ആശാവർക്കർമാർക്ക് യുഡിഎഫും ബിജെപിയും ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പ്രഖ്യാപിച്ച അധിക സഹായം തട്ടിപ്പെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. അപ്രായോഗികമായ തീരുമാനമെന്നും സർക്കാർ അനുമതി നൽകുമോ ഇല്ലയോ എന്നത് പ്രശ്നമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. യുഡിഎഫും ബിജെപിയും രാഷ്ട്രീയ തട്ടിപ്പ് നടത്തുക രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഇത് അപ്രായോഗികമാണെന്നുള്ളത് അറിയാം. ആശാ വർക്കർമാരെ കബളിപ്പിക്കാനുള്ള വേറൊരു നീക്കമാണ്. തൊഴിലാളികളാക്കണമെന്ന ആവശ്യം ഉയർത്താത്ത സമരം, ഓണറേറിയം മാത്രം മതി എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരം എങ്ങനെയാണോ ആശാ വർക്കർമാരെ വഞ്ചിക്കുന്നത് അതുപോലെ വഞ്ചിക്കുന്ന ഒരു തട്ടിപ്പാണ് ഇപ്പോൾ യുഡിഎഫും ബിജെപിയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വർധനവ്. സർക്കാർ മാനദണ്ഡത്തിനും ചട്ടത്തിനും അനുസൃതമായാണ് തീരുമാനമെന്നാണ് സഹായം പ്രഖ്യാപിച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലപാട്. ഓണറേറിയം വർധന ആവശ്യപ്പെട്ടിട്ടുള്ള ആശമാരുടെ സമരത്തോട് സർക്കാർ മുഖം തിരിക്കുന്നതിനിടെ ഇടതുമുന്നണിയെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുവാൻ കൂടി ലക്ഷ്യമിട്ടാണ് യുഡിഎഫും ബിജെപിയും ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ അധിക സഹായം തീരുമാനിച്ചത്. 1000 രൂപ മുതൽ 7000 രൂപ വരെയാണ് പഞ്ചായത്തുകളും നഗരസഭകളും പ്രഖ്യാപിച്ചത്. 23 തദ്ദേശ സ്ഥാപനങ്ങളാണ് അധിക സഹായം തീരുമാനിച്ചത്. എന്നാൽ ആശമാരെ തദ്ദേശ സ്ഥാപനങ്ങൾ കബളിപ്പിക്കുന്നുവെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ആരോഗ്യം, ക്ഷേമം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ചെലവഴിക്കണമെന്നാണ് പഞ്ചായത്തി രാജ്, മുനിസിപ്പാലിറ്റി നിയമം പറയുന്നത്. എന്നാൽ തോന്നുപടി ചെലവഴിക്കാനാകില്ലെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പക്ഷം. തനത് ഫണ്ടില്ലെങ്കിലും പ്രൊജക്ട് നടപ്പാക്കാൻ ജില്ലാ ആസൂത്രണ സമിതിയുടെ അനുമതി വേണം. പല തദ്ദേശ സ്ഥാപനങ്ങളിൽ പല വേതനമെന്നതടക്കം ചൂണ്ടിക്കാട്ടി അധിക സഹായത്തിന് സർക്കാരിന് അനുമതി നിഷേധിക്കാം. അങ്ങനെയെങ്കിൽ യുഡിഎഫും ബിജെപിയും അത് രാഷ്ട്രീയ ആയുധമാക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ തീരുമാനം തട്ടിപ്പെന്ന് മന്ത്രിയുടെ പ്രതികരണത്തെ വിമർശിക്കുകയാണ് സമരത്തിലുള്ള ആശാവർക്കർമാർ. അതേസമയം ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി യുഡിഎഫ് ബിജെപി നേതൃത്വത്തിലുള്ള പല പഞ്ചായത്തുകളും അധിക വേതനം പ്രഖ്യാപിച്ചെങ്കിലും ഈ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സങ്ങൾ ഏറെയാണ്. പദ്ധതി നിർവഹണ മാർഗരേഖയ്ക്ക് പുറത്തുള്ള ഏത് തീരുമാനവും സർക്കാർ അനുമതിയോടെ മാത്രമേ നടപ്പിലാക്കാനാവുകയുള്ളൂവെന്നതാണ് പ്രധാന പരിമിതി. ആശമാരുടെ നിയമന അധികാരി ആരോഗ്യവകുപ്പാണെന്നതും വ്യത്യസ്ത വേതനമെന്നത് ഏകീകൃത വേതന വ്യവസ്ഥയ്ക്ക് എതിരാണെന്നതും പ്രതിസന്ധിയായി മാറും. 1994 പഞ്ചായത്തി രാജ് നിയമത്തിന്റെ വരവോടെ സ്വന്തമായ അധികാരങ്ങളും വരുമാനവും വിവിധ വകുപ്പുകളും പ്രത്യേക തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെല്ലാം വന്നതോടെ ഈ വിശേഷണത്തിന് ബലവും വിശ്വാസ്യതയുമേറി. ഈ ആത്മവിശ്വാസം കൊണ്ടുകൂടിയാണ് കേരളത്തിലെ 24ഓളം പഞ്ചായത്തുകൾ അവകാശ സമരവുമായി രംഗത്തിറങ്ങിയ ആശമാർക്ക് സ്വന്തം നിലയിൽ അധിക വേതനം പ്രഖ്യാപിച്ചത്. 1000 രൂപ മുതൽ 7000 രൂപ വരെയാണ് പഞ്ചായത്തുകൾ അധിക വേതനം പ്രഖ്യാപിച്ചത്. എന്നാൽ പഞ്ചായത്തി രാജ് നിയമത്തിലെ വിവിധ വ്യവസ്ഥകളും ഈ നിയമം നടപ്പായതു മുതൽ തുടർന്നു വരുന്ന നടപടിക്രമങ്ങളും പരിശോധിച്ചാൽ ഈ പ്രഖ്യാപനമായി മാത്രം അവസാനിക്കാനാണ് സാധ്യത. 25 കോടിയുടെ അല്ല, ഞാൻ പറഞ്ഞ എന്റെ പങ്കാണ്. അത് നോക്കും. തൃശ്ശൂർ മാത്രമായിരിക്കില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നോക്കും. ഞാൻ ഈ പറഞ്ഞ എന്റെ വരുമാനത്തിന്റെ ഒരു ഇതനുസരിച്ച് എന്തായാലും 50, 60, 70 ഉറപ്പാണ്. അത് 1 കോടി ആയാൽ 1 കോടിയാക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അതിനകത്ത് വന്ന് പങ്കുചേരും. അവര് മുടിമുറിച്ചുള്ള സമരത്തിലേക്ക് പോവുകയാണെന്ന് പറയുന്നത് അതിൽ പിന്മാറണമെന്നല്ല. അത് ഞാൻ അവരെ ഇപ്പൊ കാണും. ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് ഞാൻ അവരെ കാണും, സംസാരിക്കും. അങ്ങനെയുള്ള കാര്യം. അതുപോലെ തന്നെ ഈ എമ്പുരാൻ സിനിമ ഗംഭീരമായിട്ട് നടക്കും. നിങ്ങൾ ചർച്ചയാക്കിക്കോളൂ. ഞാൻ എപ്പോഴും പറയാറില്ല, അത് എന്നെ കൊണ്ട് വീണ്ടും എന്നെ കൊണ്ട് ആ വാക്ക് ഉപയോഗിപ്പിക്കരുത്. ഗംഭീരമായിട്ട് നടക്കും. ഇതൊക്കെ അതിന് മുമ്പുള്ള ചില തരികിട പരിപാടികൾ മാത്രമാണ്, വേറൊന്നുമില്ല. രാജേഷിനെയും ഗിരീഷിനെയും കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ കൊണ്ടുചെന്ന് ഇരുത്തി കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂറാണ് ചർച്ച ചെയ്തത്. കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഫുൾ ഡേ ഓരോ വകുപ്പിനെയും വിളിച്ചിരുത്തിയാണ് ചർച്ചകൾ അവർ നടത്തിയിട്ടുണ്ട്. ഞാൻ കേരളത്തിലേക്ക് പോകും. എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് ഇതിനകത്ത് ഒരു കേന്ദ്ര നിയമം മാറ്റുന്നത് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും അപകടങ്ങൾ, നമ്മുടെ ഇവിടുത്തെ തന്നെ കുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് നടന്നത്. ഇത് 2019 മുതൽ പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ കോവിഡും കാര്യങ്ങളും എല്ലാം വന്ന് വീണ്ടും ജനനിബിഡത
പല പ്രദേശങ്ങളിലും ഉത്സവങ്ങൾ വരുന്നു. ഇത് മാറ്റാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒന്ന് പുനഃക്രമീകരിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ കൊണ്ടുവച്ച് പൊട്ടിച്ചു കൊടുത്തത്. ഇത് നമ്മൾ ജനങ്ങളോട് ഒരു പൂരത്തെ സ്നേഹിക്കുന്ന എല്ലാവരും സ്നേഹിക്കും. പക്ഷെ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട ബോഡീസ്, അത് ഉദ്യോഗസ്ഥരായാലും ശരി തന്നെ, അവർക്ക് നിയമത്തിന്റെ രൂപത്തിൽ നിർദ്ദേശം നൽകുന്ന സർക്കാരായാലും ശരി തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ജനങ്ങൾ ആരോടായിരുന്നു ചോദിക്കുക? കോടതികൾ ആരോടാ ചോദിക്കുക? ഇങ്ങനൊരു കാര്യമുണ്ട്. നമുക്ക് വേലയ്ക്ക് പെർമിഷൻ എടുക്കുന്നതിന് ഞാനും കൂടെ അവരുടെ കൂടെ നിന്നിട്ടാ. അവരൊന്നും അത് പറയത്തില്ല, കാരണം രാഷ്ട്രീയ വളർച്ചയായിട്ടുണ്ട്. അല്ലെങ്കിൽ ഗിരീഷും രാജേഷും പറയട്ടെ, ഹൈക്കോടതിയിൽ എന്തൊക്കെയാണ് നീക്കങ്ങൾ നടത്തിയത്, അതിന് സുപ്രീം കോടതിയിലുള്ള വക്കീലന്മാർ എത്ര പേർക്കാണ് അതിനകത്ത് പിന്തുണ ഏകാനായിട്ട് ടെക്നിക്കലായിട്ടുള്ള പിന്തുണ നൽകാൻ സാധിച്ചതെന്ന് അതവർ പറയട്ടെ. ചില രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി പലതും മറച്ചു പിടിക്കരുത്. അപ്പോ